ഹായ്, ഞാൻ നിയാസ്. കോഴിക്കോട് വരാന്ത റീസിന്റെ അക്കാഡമിക് ഹെഡാണ്. റിസൾട്ടിന്റെ സന്തോഷം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങൾ മുമ്പിൽ വന്നിരിക്കുന്നത്. എല്ലാ റിസൾട്ടുകളും എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഈ റിസൾട്ട് സംതിങ് സ്പെഷ്യൽ. അഭിനവ് എൻ്റെ കൊളീഗായിരുന്നു. ഇവിടെ റേസിലും മെൻറ്ററായിട്ട് വർക്ക് ചെയ്ത ആളാണ്. ആൻഡ് ഇപ്പം റീസെന്റ് അനൗൺസ് ചെയ്ത ISR അസിസ്റ്റന്റ് എക്സാമിൽ അഭിനവ് ക്വാളിഫൈ ചെയ്തു. സോ നിയമനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അഭിനവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈസ് എ ഹാർഡ് വർക്കിംഗ്, ഡെഡിക്കേറ്റഡ്. കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പം SSC മേഖലയിൽ 1-2 വർഷത്തോളം അഭിനവ് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഒബ്വിയസ്ലി ISR അല്ല, ഇതിലും വലിയ റിസൾട്ടുകൾ ഇനിയും മേലേക്ക് വെയിറ്റ് ചെയ്യുന്ന ആളാണ് അഭിനവ്. സോ ഈ റിസൾട്ട് വന്ന സമയത്ത് വളരെ സന്തോഷം തോന്നി. കാരണം ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാള് ഇപ്പം എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുന്ന റിസൾട്ട് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പം അഭിനവിനും ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിഞ്ഞു. ഈ റിസൾട്ടിൽ ഇപ്പം അഭിനവ് എന്താണ് ഇപ്പം ഈ ഒരു എക്സാം ISR അസിസ്റ്റന്റ് എക്സാം കുറച്ചൊരു ആഫ്റ്റർ വൈൽ നടത്തിയ എക്സാമാണ്. അപ്പം ലിമിറ്റഡ് വേക്കൻസി ആണ് ഉള്ളത്. അപ്പം വലിയൊരു വേക്കൻസിയുള്ള പോസ്റ്റ് ഒന്നും ഇപ്പോൾ സീജിൽ പോലെയോ വലിയൊരു വേക്കൻസിയുള്ള പോസ്റ്റ് ഒന്നും അല്ല. അപ്പോൾ അതിൽ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ നമുക്കിപ്പം ഒരു 4 സ്റ്റുഡൻസ് ISR അസിസ്റ്റന്റ് ക്ലിയർ ചെയ്യാൻ പറ്റി. അപ്പോൾ അതിലൊരാളാണ് അഭിനവ്. ഈ ഒരു എക്സ്പീരിയൻസ്, ഇപ്പം ഈ ഒരു ജേർണി. ISRO നോട്ടിഫിക്കേഷൻ വരുന്നത് 2022-ലാണ്. 2022-ലാണ് ഞാനിവിടെ കോച്ചിങ്ങിനായിട്ട് ചേർന്നിട്ടുള്ളത്. ആദ്യം ഞാൻ വിചാരിച്ചു എക്സാം എഴുതണ്ടെന്ന് വിചാരിച്ചു. കാരണം എന്ന് വെച്ചാൽ കോച്ചിങ് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇപ്പോൾ പോയി എഴുതിയാൽ കിട്ടുമോ എന്നുള്ളൊരു ചിന്തയിലാണ് നിന്നത്. പക്ഷേ ഭാഗ്യത്തിന് നോട്ടിഫിക്കേഷൻ വന്ന ഒരു കൊല്ലം കഴിഞ്ഞാണ് എക്സാം പറഞ്ഞത്. എക്സാം കഴിഞ്ഞ ഒരു കൊല്ലം കഴിഞ്ഞാണ് സ്കിൽ ടെസ്റ്റ് പറഞ്ഞത്. സ്കിൽ ടെസ്റ്റ് കഴിഞ്ഞ ഒരു കൊല്ലം കഴിഞ്ഞാൽ റിസൾട്ട് വന്നു. വലിയ ഗ്യാപ്പ് വന്നു. അതൊരു കാരണമായി നമ്മളേക്ക് നോക്കാനോ അവിടെ പഠിച്ചെടുക്കാൻ പറ്റി. എക്സാം ആകുമ്പോഴേക്ക് നോട്ടിഫിക്കേഷൻ വന്നു. പിന്നെ സ്കിൽ ടെസ്റ്റും എക്സാം കഴിഞ്ഞ് ഒരു ഗ്യാപ്പ് കിട്ടി. പക്ഷെ റിസൾട്ട് വന്നൊരു 1 month 2 monthനുള്ളിൽ സ്കിൽ ടെസ്റ്റ് വന്നു. സ്കിൽ ടെസ്റ്റിന് നല്ലൊരു ഹെൽപ്പ് കിട്ടി അവിടെ. അതുകൂടി റിസൾട്ടിലേക്ക് എത്താൻ സാധിച്ചു. അവനിവിടെ ജോയിൻ ചെയ്ത് ഇപ്പം ഈ ഫീൽഡിലേക്ക് വരുന്ന ആരും ഒരു എക്സ്പീരിയൻസ് ആയിട്ട് വരുന്ന ആൾക്കാരല്ല. നമ്മളൊരു കോളേജ് കരിക്കലും പോലെയോ ഒരു കോളേജ് അക്കാഡമിക്കിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പോലെ അല്ല. ഇതിൽ ഒരു കോമ്പറ്റീവ് എക്സാം ആണ്, ഒരു കോച്ചിങ് എടുക്കണം. അപ്പോൾ ആ കോച്ചിങ്ങിൽ നമ്മൾ പ്രധാനമായിട്ട് നേടുന്നത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാനുള്ള ടൈം മാനേജ്മെന്റ് ആണ്. ഒരു പ്രോബ്ലം വരുന്ന സമയത്ത്, ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് അതിനെ എങ്ങനെ ലിമിറ്റഡ് ടൈമിലുള്ള നമ്മൾ ശരിയാക്കി മാറ്റാം എന്നുള്ളതാണ് നമ്മൾ ഇവിടുത്തെ ഏറ്റവും വലിയ ഫാക്ടർ. കാരണം നമുക്കൊരു 100 ക്വസ്റ്റ്യൻ എഴുതാൻ കിട്ടുന്ന സമയം മാക്സിമം ഒരു മണിക്കൂറാണ്. സോ ഇതിനെ ഈ ഒരു ചേഞ്ചിനെ എങ്ങനെയാണ് അഡാപ്റ്റ് ചെയ്തത്? കാരണം ഒരു കോളേജ് ലൈഫിൽ നിന്ന് വന്ന് ഒരു അക്കാഡമിക് നിന്ന് വന്ന് കോമ്പറ്റീവ് എക്സാം മേഖലയിലേക്ക് കയറി കൺസിസ്റ്റന്റ് നിൽക്കുക എന്നുള്ളൊരു സാധനം. കോളേജ് ഞാൻ കോഴിക്കോട് തന്നെയാണ് പഠിച്ചത്. BSc ഫിസിക്സ് ആയിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഇയർ ആകുമ്പോഴേക്ക് എനിക്ക് മനസ്സിലായി ഫിസിക്സ് അല്ല നമ്മളെ ഫീൽഡ്. ഫിസിക്സ് മുന്നോട്ട് പോയിട്ട് വലിയ ഒന്നും കിട്ടാമെന്നില്ല മനസ്സിലാവുകയും ചെയ്തു. ഞാൻ ലാസ്റ്റ് ഇയർ തന്നെ ഇനി എന്ത് ചിന്തിച്ചു തുടങ്ങി. അപ്പോഴാണ് ഈ സെൻട്രൽ ഗവൺമെന്റ് ജോബുകളെ പറ്റി അറിയുന്നത്. ഇവിടെ കോച്ചിങ് ഡിഗ്രി കഴിഞ്ഞോട്ടത്തെ നമ്മളെ കോച്ചിങ് നമുക്ക് ചെയ്യുകയും ചെയ്തു. ടൈം മാനേജ്മെന്റ് ആണ് മെയിൻ. എന്ന് പറഞ്ഞാൽ ഇപ്പം 100 ക്വസ്റ്റ്യൻസ് വരും 60 മിനിറ്റിൽ. ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഒരു 2 മണിക്കൂർ കിട്ടിയാൽ. പക്ഷേ അതിൻ്റെ ടാർഗറ്റ് പറഞ്ഞാൽ നമ്മൾ 60 മിനിറ്റിൽ ചെയ്യാൻ പറ്റുന്നവരാണ് ജയിക്കുന്നത്. ടൈം മാനേജ്മെന്റ് ആണ് മെയിൻ. നമുക്കത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. ഒരുപാട് ഇരിക്കണം, കൺസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കണം. അതാണ് അതിൻ്റെ കീ ഞാൻ വിശ്വസിക്കുന്നത്. ഞാനിപ്പം അഭിനവിനിപ്പോൾ ഒരു മെന്റർ വർക്ക് ടൈമിൽ ഒരു മെന്ററായിട്ട് വർക്ക് ചെയ്ത സമയത്ത് ആ മെന്റർ വർക്ക് ടൈം അല്ലെങ്കിൽ കുട്ടികൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, അങ്ങനത്തെ ഒരു ദിവസം മാറ്റി വെച്ചാൽ, ദിവസത്തിൽ ഇങ്ങനത്തെ ഒരു വർക്ക് മാറ്റി വെച്ചാൽ ബാക്കി കംപ്ലീറ്റ് സമയം അഭിനവ് ലാബിലിരുന്ന് വർക്കൗട്ട് ചെയ്യുന്നതാണ് ഇപ്പം ഞാൻ കാണുന്നത്. ഇപ്പോൾ അതിലിപ്പോൾ ആ ഒരു സമയത്ത് ഇപ്പോൾ ലാബിലിരുന്ന് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ക്ലാസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു മെന്റർ എന്നുള്ളേക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ മൈൻഡിൽ കീപ്പ് ചെയ്യേണ്ട ഒരു സാധനമുണ്ട്. മനസ്സിലായി? നമ്മൾ എങ്ങനെ ഇത് മാനേജ് ചെയ്യും, എന്ത് പഠിക്കണം. ഇപ്പോൾ ഒരു ഡേ നമ്മളതൊരു ടാസ്ക് വെക്കും, എന്തായാലും വെക്കില്ലേ? അതെങ്ങനെയാണെന്നുള്ളത് ഒരു സ്ട്രാറ്റജി, ചുരുക്കി പറഞ്ഞാൽ ഒരു ലേണിംഗ് സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു? സ്ട്രാറ്റജി വെച്ചാൽ നമ്മുടെ ലക്ഷ്യം മനസ്സിലുണ്ടാകുക. നമ്മൾ എന്തിനാണ് അവിടെ ചേർന്നത് മനസ്സിലുണ്ടാകുക. മെന്റർ ആയാലും നമ്മൾ ലക്ഷ്യം, റിസൾട്ട്, ജോലി തന്നെയാണ് ലക്ഷ്യം. മെന്റർഷിപ്പ് പിന്നെ ഉപകാരം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് അതിൽ കുറച്ചും കൂടി സ്കിൽ ഉണ്ടാവും. അതായത് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മൾ ചെറിയൊരു നോളജ് വെച്ചാൽ പോരാ. അവരിന്ന് ഇങ്ങോട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നമ്മൾ അതിനും കൂടി നമ്മളുള്ളൊരു ആൻസർ കണ്ടെത്തണം. അത് കുറച്ചും കൂടി ഒരു മെച്ചമാണ്. കുറച്ചും കൂടി ഒന്ന് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ പ്രാക്ടീസ് എന്ന് വെച്ചാൽ പ്രാക്ടീസ് ഞാൻ ലാബ് നല്ലപോലെ ഉപയോഗിച്ചിട്ടുണ്ട്. ഉപയോഗിക്കാന്ന് വെച്ചാൽ ഒരു സമയത്ത് ലാബിൽ ഫസ്റ്റ് വരുന്നതും ലാസ്റ്റ് ഞാനായിരുന്നു. ഈ CGL-ലൊക്കെ ലാസ്റ്റ് ടൈം ആകുമ്പോൾ ലാബ് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. CGL എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. CGL റിസൾട്ട് വന്നാൽ അറിയാം. എന്തായാലും CGL എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആണല്ലോ. പിന്നെ അതുപോലെ എന്താ ഏതൊരു ഡിഫിക്കൽട്ട് ഉണ്ടായിരുന്നു, ഏതൊരു സബ്ജക്ട്
ഇതിലേക്ക് ഇറങ്ങിയ സമയത്ത് ഈ സബ്ജക്റ്റ് ആണ് കൂടുതൽ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയത്? സബ്ജക്റ്റ് പറഞ്ഞാല് മെയിൻലി ഇംഗ്ലീഷ് ആയിരുന്നു എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ആദ്യം തൊട്ടേ ഇംഗ്ലീഷ് അറിയില്ല വെച്ചാൽ അതൊരു ബേസ് ഇല്ല. നമ്മൾ സബ്ജക്ട് പഠിക്കുന്ന പോലെ അല്ലെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പഠിക്കും പോലെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ല ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ ആദ്യം എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കണ്ടേ. ഇംഗ്ലീഷ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അതെ അത് കുറച്ച് പ്രശ്നമായിരുന്നു ഇംഗ്ലീഷിന്റെ കാര്യം. പിന്നെ ഇംഗ്ലീഷ് മാർക്ക് നമ്മൾ എക്സാം ചെയ്തിട്ട് അനലൈസ് ചെയ്യുമ്പോൾ എവിടെയാണ് മാർക്ക് കുറയുന്നത് കൃത്യം മനസ്സിലാക്കാൻ പറ്റും. അതിനകത്ത് ഇംഗ്ലീഷിൽ എവിടെയൊക്കെയാണ് ഞാൻ ശരിയാക്കേണ്ടത് ഞാൻ മനസ്സിലാക്കി അതിന് ബുക്കുകൾ ഉപയോഗിച്ച് ഒരുപാട് ഇരുന്ന് പഠിച്ചു. ഇംഗ്ലീഷാണ് ഏറ്റവും കൂടുതൽ നേരെ ഇരുന്ന് പഠിച്ചത്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് കുറച്ച് പിന്നെ സെറ്റാക്കി എടുക്കാൻ പറ്റി. അപ്പൊ ഇംഗ്ലീഷാണ് ഫേസ് ചെയ്തിട്ട് ഇപ്പം കുറച്ച് ടഫായിട്ട് അഭിനോട് തോന്നിയത്. അപ്പൊ ഈ രീതിയിൽ ഇപ്പം നമ്മളിപ്പോ എന്തായാലും ഇപ്പം ഇത്ര ഒരു ഡ്യൂറേഷൻ കൊണ്ട് ഇതിൽ നിന്ന് പിന്മാറാന്നുള്ളൊരു തോന്നൽ എപ്പോഴും അഭിനോട് ഉണ്ടായിട്ടുണ്ടോ? വേറെ നിന്ന് നോക്കിയത് എനിക്ക് പറ്റിയതല്ല പിന്മാറാന്നുള്ള തോന്നല് ഉണ്ടായിട്ടുണ്ടോ വെച്ചാൽ ഉണ്ടായിട്ടുണ്ട് സത്യം പറഞ്ഞാല്. പക്ഷെങ്കില് പിടിച്ചു നിർത്തുന്നത് എന്താ വെച്ചാല് ഞാനിപ്പോ 2022 CGL എഴുതി. CGL എനിക്ക് പോയത് കമ്പ്യൂട്ടറായിരുന്നു. കമ്പ്യൂട്ടർ കൊല്ലം ആദ്യമായിട്ട് വരിക CPUT ആണ് എക്സാം. CPUT പോയി. അപ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഉണ്ട് CPUT കിട്ടിയ അടുത്ത പ്രാവശ്യം ജയിക്കാൻ പറ്റുമല്ലോ. ആ പ്രതീക്ഷ നമ്മൾ ഇതിനകത്ത് നിന്ന് പുറത്തു പോകാൻ സമ്മതിക്കില്ല. 2023 എത്തി. 2023 എനിക്ക് ഒരു 6 മാർക്കിനാണ് CGL പോയത്. അതൊരു പ്രതീക്ഷ. അടുത്ത കൊല്ലം ഇത് റെഡിയാക്കിയാൽ പോകാൻ കിട്ടുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷ. നമ്മൾ ചെയ്യുന്നതൊക്കെ ബാക്കിയുള്ള പാർട്ട് കറക്റ്റ് ആണ്, എനിക്ക് കുറച്ച് പാർട്ട് ശരിയാക്കാനുള്ളൂ എന്നുള്ള ഒരു സംഭവം ലൈവായിട്ട് നമ്മൾ ഇതിലേക്ക് പിടിച്ചു നിർത്തി എന്നുള്ളതാണ്. അഭിനവിന്റെ ഈ ഒരു സക്സസിൽ ഇപ്പം ആസ് ആൻ അക്കാഡമിക് ആയിട്ട് എനിക്ക് വലിയൊരു സന്തോഷമുണ്ട്. അപ്പൊ അഭിനവ് ഇരുന്ന് വർക്ക് ചെയ്യുന്നത് ഞാൻ കാണുന്നതാണ്, പഠിക്കുന്നത് ഞാൻ കാണുന്നതാണ്. അപ്പൊ അതിൽ വലിയ സന്തോഷമുണ്ട്. ഇപ്പം ഒരു എക്സാം ഇപ്പൊ ഗവൺമെന്റ് എക്സാമിനെ സംബന്ധിച്ചത് ഒരു ബാലികേറ മലയാണെന്നുള്ള ഒരു സാധനം പൊതുവെ സൊസൈറ്റിയിലുണ്ട്. ഇപ്പൊ അത്തരത്തിലൊരു തോട്ടിനോട് അഭിനവിന്റെ ഒരു അപ്രോച്ച് എന്താണ്? കാരണം ഇത് വൺസ് ഇത് എഫേർട്ട് എടുത്താൽ വർത്താണോ അല്ലെങ്കിൽ നമ്മുടെ സമയം നഷ്ടമാണോ, എന്താണ് ഇതിന്? വെറുത്താണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. തീർച്ചയായിട്ടും ബാലികേറാമല വെച്ചാല് എല്ലാ ഫീൽഡും അങ്ങനെ തന്നെയല്ലേ. നമ്മൾ കഷ്ടപ്പെടാണ്ട് എവിടെ എത്തില്ല, ഇഷ്ടപ്പെട്ടേ പറ്റുള്ളൂ. അങ്ങനെ നോക്കുമ്പോ ഇത് കുറച്ച് കഷ്ടപ്പാട് കുറവാണ്. കുറച്ചൊരു കാലത്ത് കഷ്ടപ്പെട്ടാൽ മതിയല്ലോ, ബാക്കിയുള്ളത് നമുക്ക് ആ ഫ്ലോയിൽ അങ്ങ് പോകുമല്ലോ. ഇതെങ്ങനെ ഇപ്പൊ നിയമനം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാവോ? നിയമനം ഉണ്ടാവും വിചാരിക്കുന്നു. ഇത്രയും ടൈം എടുത്തോണ്ട് പെട്ടെന്ന് നിയമനം ഉണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ അതാണ് ഇപ്പൊ ഒരു പുതിയ പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിയോട് അഭിനവന് പറയാനുള്ളത് എന്താണെന്നുള്ളത് കൂടെ പറയാനുള്ളത് എന്താ വെച്ചാൽ ഇപ്പൊ ഇതിലേക്ക് ഇറങ്ങി നിങ്ങൾ ഈ സ്വപ്നമായിട്ട് ഇതിലേക്ക് ഇറങ്ങിയാൽ പിന്നെ വേറെ ഒന്നുമില്ല, ഒരു തിരിച്ചു പോക്കില്ല. കൺസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കുക, അങ്ങനെ കറക്റ്റ് ആയിട്ട് ഇരിക്കുക, എന്നാൽ ഉറപ്പായും റിസൾട്ട് കിട്ടും. ഒരു ബാലികേറാ മല നോക്കാൻ നമുക്ക് പറയാൻ പറ്റുമോ അറിയില്ല. അതിപ്പോ നമ്മൾ അകത്ത് കയറിയാൽ നമുക്ക് പതുക്കെ മല കയറാൻ പറ്റും, മേലെ എത്താൻ പറ്റും. തീർച്ചയായിട്ടും ഇനി വിവരങ്ങളിലേക്ക് എത്തട്ടെ. ഈ ഒരു എക്സാം അപ്പൊ അഭിനവ് എക്സ്പെക്ട് ചെയ്ത് തന്നെയാണ് എഴുതി. പക്ഷെ റിസൾട്ടും കുറെ ഇതിന്റെ പ്രൊസീജിയർ കഴിഞ്ഞാൽ ടൈം എടുത്തു. പക്ഷെ ഇതിനിടയ്ക്ക് കുറെ പ്രിപ്പയർ ചെയ്ത് വേറെ എക്സാമുകളുണ്ട്, CGL ഉണ്ട്. ഇപ്പം ഇനിയിപ്പം വേറെ എന്തെങ്കിലും വെയിറ്റ് നിൽക്കുന്നുണ്ടോ അഭിനവ്? അല്ലെങ്കിൽ ഡ്രീം ചെയ്ത പോസ്റ്റിംഗ് ആണോ എത്തിയത്? ഐ മീൻ സംതിങ് ടു ബി അച്ചീവ്ഡ് എന്ന നിലയ്ക്കാണോ അഭിനവിന്റെ പ്ലാൻ? അല്ല, ISRO ഒരിക്കലും ഡ്രീം ചെയ്തൊരു പോസ്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഈ ജേർണിയിൽ നമ്മുടെ അടുത്തേക്ക് വന്നൊരു പോസ്റ്റാണ്. ഇങ്ങോട്ടേക്ക് ഒരു പോസ്റ്റ് ഉണ്ടെന്ന് പോലും എനിക്കറിയില്ല. വന്ന് ചെയ്യുന്നതാണ്. ഒരു എക്സാമിന് നോട്ടിഫിക്കേഷൻ വന്നു, ആദ്യം അത് കൊടുക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ കുറെ ആൾക്കാരെ നിർബന്ധത്തിൽ കൊടുത്തു. അങ്ങനെ കിട്ടിയൊരു പോസ്റ്റാണ്. ശരിക്കും എന്റെ ഡ്രീം എന്ന് പറഞ്ഞാൽ CGL തന്നെയാണ്, SSC തന്നെയാണ്. CGL ഇപ്പം വലിയൊരു പോസ്റ്റിലേക്ക് ഇപ്പം CGL എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം ഒരു ഇൻകം ടാക്സ് ലെവലോ, ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ഇൻസ്പെക്ടർ തസ്തികളിലേക്കോ അക്കൗണ്ട്സ് പോലത്തെ അങ്ങനെ വലിയ സെക്ഷനിലേക്ക് അവന് എത്താൻ പറ്റട്ടെ. ഇപ്പൊ AAO നിലവിൽ CGL എക്സെപ്റ്റഡ് ആണെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്രാവശ്യം ഇല്ല. നമുക്കിപ്പോ ഫോക്കസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ജേർണിയില് ഇപ്പം ഇവിടെ വരെ എത്തി നിൽക്കുന്നു, ഇനിയും വരാൻ നിൽക്കുന്നുണ്ട്. ഈ ഒരു ജേർണിയിൽ ഇപ്പം അഭിനവ് എന്തെങ്കിലും സ്ട്രഗിൾസ് ഫേസ് ചെയ്യില്ലേ? അല്ലെങ്കിൽ ഒരു ഡിമോട്ടിവേറ്റ് ഫേസ് ചെയ്യുന്ന സമയത്ത് അതിനെ ഓവർകം ചെയ്തത് ഇപ്പം പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ്, തളർന്നിട്ട് കാര്യമില്ല, എന്തായാലും മുന്നോട്ട് പോയേ പറ്റുള്ളൂ എന്നുള്ള ഫാക്ട് പറഞ്ഞു. അപ്പൊ ആ ഒരു സമയത്ത് ഇപ്പം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ച് വരാൻ റൈസ് എങ്ങനെയാണ് അഭിനവിന് ഒരു സൊല്യൂഷൻ എത്തുന്നത്? ഹെൽപ്പ് പറഞ്ഞാൽ ലാബ് സൈഡ് തന്നെയാണ്. ലാബ് ഞാൻ കോച്ചിങ് കഴിഞ്ഞ് പിന്നെ ഫുൾ ലാബ് തന്നെയായിരുന്നു. ഫുൾ ലാബിൽ നിന്നാണ് പഠിച്ചത്, ലാബിലാണ് നോക്കിയത്. ലാബ് നല്ല സുഖമെന്ന് വെച്ചാൽ നമുക്ക് വേറൊരു ഡിസ്ട്രാക്ഷൻസും ഇല്ല. കറക്റ്റ് ഒരു സ്പേസിൽ ഇരുന്ന് പഠിക്കുക, എല്ലാ കാര്യങ്ങളും അവിടെ കിട്ടും. പിന്നെ ചുറ്റും നോക്കുമ്പോൾ മോട്ടിവേഷൻസ് തന്നെ, എല്ലാവരും പഠിക്കുകയാണ്. കൂടെ ഉള്ളവർ ജോലി കയറി പോകുന്നുണ്ട്, ആൾക്കാരുടെ മോട്ടിവേഷൻ തന്നെയല്ലേ. നമുക്ക് പിന്നെ ഓരോ ദിവസവും ഒരു ദിവസം റിസൾട്ട് വരുന്ന സമയത്ത് അവൻ കയറി നമ്മളെ ടൈം എത്തുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടല്ലോ. ആ പ്രതീക്ഷ തന്നെയാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ.
ലാബ് എനിക്ക് സ്കിൽ ടെസ്റ്റ് സമയത്ത് അത് പറയണം, പ്രത്യേകം പറയണം. എന്താ വെച്ചാൽ വലിയൊരു ഹെൽപ്ഫുൾ ആയിരുന്നു. എന്താ വെച്ചാൽ ലാബിൽ എല്ലാ സിസ്റ്റത്തിലും ലിനക്സ് ആണ്, ഉബുണ്ടു ആണുള്ളത്. പക്ഷേങ്കിൽ സ്കിൽ ടെസ്റ്റിന് വരെ ഈ വേർഡും എക്സലും പവർ പോയിന്റ് ആയിരുന്നു. ഇപ്രാവശ്യം ISRO പുതിയതായിട്ട് കൊണ്ടുവന്നൊരു സെറ്റപ്പാണ്. അപ്പം ഇത് പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ എവിടെ പോകുന്ന ഒരു ഐഡിയ ഇല്ല. സമയത്ത് ഞാൻ ലാബ് അസിസ്റ്റന്റ് നമ്മുടെ ദൂരെയല്ലേ, ദൂരെ ചോദിച്ചു. ദൂരെ എനിക്ക് വേണ്ടി ഒരു ലാപ്പിൽ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്ത് തന്നു, ഒരു ലാപ്പിൽ എനിക്ക് വേണ്ടിയിട്ട്. അവിടെ ഇരുന്നാണ് ഞാൻ ഇത് സ്കിൽ ടെസ്റ്റിന് വേണ്ടി നോക്കിയത്. അപ്പം അവിടെ നിന്ന് മാത്രമേ നോക്കിയിട്ടുള്ളൂ സ്കിൽ ടെസ്റ്റ്. തീർച്ചയായിട്ടും അത് വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഒരു വോട്ട് ഓഫ് താങ്ക്സ് ആരോടെങ്കിലും ഇപ്പം ഈ ഒരു അച്ചീവ്മെന്റ് നിന്റെ ലൈഫിൽ ഇപ്പം ഫാമിലി, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, റൈസ് എല്ലാവരും നമ്മുടെ കൂടെ വന്ന എല്ലാവരും, നിങ്ങളോട് പ്രത്യേകിച്ച് നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ചില സമയങ്ങളിലൊക്കെ കുറേ കാലം ഇങ്ങനെ നമ്മളോട് നിൽക്കുന്ന സമയത്തൊക്കെ നിങ്ങളുടെ സഹായം എനിക്ക് ഒരുപാട് കാര്യമായിട്ടുണ്ട്. എല്ലാവരും താങ്ക്സ്. വീട്ടുകാരോടും കൂടെ വന്ന എല്ലാവരോടും, സുഹൃത്തുക്കളോടും. ഓക്കെ, ഇനിയും വലിയ വലിയ അച്ചീവ്മെന്റ്സിലേക്ക് അതിനെത്താൻ കഴിയട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്. സോ ഇതാണ് അഭിനവിൻ്റെ സക്സസ് സ്റ്റോറി. സോ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ എല്ലാ സ്റ്റോറിയും ഇപ്പം എല്ലാവർക്കും നല്ലൊരു മോട്ടിവേഷനാണ്. ഇത് കാണുന്ന നിങ്ങൾക്കും ഭാവിയിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജോലി കിട്ടാൻ നിങ്ങൾക്ക് അവിടെ അവസരമുണ്ട്. എല്ലാ എക്സാമുകളും വരുന്ന എല്ലാ എക്സാമുകളും നിങ്ങൾ മാക്സിമം അറ്റൻഡ് ചെയ്യുക, അതിനുവേണ്ടി എഫേർട്ട് എടുക്കുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ക്ലാസ്സിൽ ഡൗട്ടുള്ളത് പിന്നെ വീണ്ടും എടുത്ത് വർക്കൗട്ട് ചെയ്തിട്ട് നിങ്ങളെ മോൾഡ് ചെയ്ത് നല്ലൊരു നിലയിലേക്ക് എത്തുക എന്ന് ആശംസിക്കുന്നു.